നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പാർക്കിംഗ് സ്ഥലത്തിന് പുറത്തേക്ക് നടന്നാൽ 100 പൗണ്ട് പിഴ. തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെയും ജാഗ്രത. UKയിലെ ലിറ്റിൽ ഹാംപ്ടണിൽ വിചിത്രമായ ഒരു പാർക്കിംഗ് നിയമം വാഹന ഉടമകളെ വലയ്ക്കുന്നു. വിക് പെരേഡ് കാർ പാർക്കിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ആരെങ്കിലും കാർ പാർക്കിൻ്റെ പരിധിക്ക് പുറത്തേക്ക് നടന്നാൽ അവർ ഷോപ്പിംഗ് നടത്തിയാൽ പോലും 100 പൗണ്ട് പിഴ നൽകേണ്ടി വരും. 3 മണിക്കൂർ പാർക്കിംഗ് അനുവദനീയമാണെങ്കിലും അത് സൈറ്റിനുള്ളിൽ തന്നെ തുടരുന്നവർക്ക് മാത്രമാണെന്ന നിബന്ധനയാണ് വില്ലനാകുന്നത്. ഇത് പ്രാദേശിക വ്യാപാരത്തെ ദോഷകരമായി ബാധിക്കുന്നതായി വ്യാപാരികൾ പരാതിപ്പെടുന്നു. ഇതിനിടെ പാർക്കിംഗ് ഫൈനുകളുടെ പേരിൽ മലയാളികളെ ലക്ഷ്യമിട്ട് പുതിയ സ്കാം നടക്കുന്നുണ്ടെന്ന് മലയാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഹൈക്കോടതിയിൽ നിന്നെന്ന വ്യാജേന 700 മുതൽ 1700 പൗണ്ട് വരെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് കളക്ഷൻ ഏജൻസികളുടെ പേരിൽ വ്യാജ കത്തുകൾ വരുന്നുണ്ട്. യഥാർത്ഥ ഏജൻസികളുടെ വെബ്സൈറ്റ് അഡ്രസ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയും വ്യാജ ലിങ്കുകൾ നൽകിയുമാണ് തട്ടിപ്പ്. ഇത്തരം നോട്ടീസുകൾ ലഭിക്കുന്നവർ പണമടയ്ക്കുന്നതിന് മുൻപ് MPമാരെയോ നിയമവിദഗ്ധരെയോ സമീപിച്ച് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണം. കെയർ വർക്കർമാരുടെ ILR നിയമം വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതായി പരാതി. UKയിലെ സോഷ്യൽ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് ILR ലഭിക്കാനുള്ള കാലാവധി 15 വർഷമാക്കി ഉയർത്താനുള്ള ലേബർ സർക്കാരിൻ്റെ നീക്കം വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നു. കടുത്ത പ്രതിസന്ധി നേരിട്ട സമയത്ത് UK സർക്കാർ നേരിട്ട് റിക്രൂട്ട് ചെയ്ത 3 ലക്ഷത്തോളം തൊഴിലാളികളെ ഈ തീരുമാനം ബാധിക്കും. 5 വർഷത്തിനുള്ളിൽ സ്ഥിരതാമസം ലഭിക്കുമെന്ന് വിശ്വസിച്ച് എത്തിയ തങ്ങളെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് നൈജീരിയൻ സ്വദേശിയായ ഡേവിഡ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പറയുന്നു. ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ 10 ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്നാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിൻ്റെ വാദം. എന്നാൽ ഈ കണക്കുകൾ തെറ്റാണെന്നും യഥാർത്ഥ ലാഭം വെറും 600 മില്യൺ പൗണ്ട് മാത്രമായിരിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു തൊഴിലുടമയ്ക്ക് കീഴിൽ മാത്രം ഇത്രയും കാലം ജോലി ചെയ്യേണ്ടി വരുന്നത് ചൂഷണത്തിന് വഴിയൊരുക്കുമെന്നും ഇത് ബ്രിട്ടീഷ് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിമർശനമുണ്ട്. കുറഞ്ഞ ശമ്പളത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ സഹായിക്കുന്നതിന് പകരം അവരെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്ന് സർക്കാർ ചെയ്യുന്നതെന്ന് യൂണിസൺ കുറ്റപ്പെടുത്തി. സോഷ്യൽ മീഡിയ നിരോധനം നടപടികൾ വൈകിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ 3 വർഷം വരെ വൈകിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹൗസ് ഓഫ് ലോർഡ്സിൽ പ്രതിഷേധം ശക്തമാകുന്നു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുമെന്ന് നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും പുതിയ ഭേദഗതിയിലൂടെ ഇത് നടപ്പിലാക്കാൻ കൂടുതൽ സമയം തേടുകയാണ് സർക്കാർ. ഇതിനെതിരെ ടോറി MP ലോർഡ് ജോൺ നാഷ് രംഗത്തെത്തി. 12 മാസത്തിനുള്ളിൽ നിരോധനം നടപ്പിലാക്കണമെന്ന തൻ്റെ നിർദ്ദേശം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്ക് വലിയ ചതിയാണെന്നും ഇതിനിടയിൽ കൂടുതൽ കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ ദോഷഫലങ്ങൾ ഇരയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളികൾ മൂലം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കൂടുതൽ കരുത്താർജിക്കാൻ ഈ കാലതാമസം സഹായിക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പ്രശസ്ത ഗായിക ഷെറിൽ ട്വീഡി ഉൾപ്പെടെയുള്ളവർ 16 വയസ്സിന് താഴെയുള്ളവർക്ക് നിരോധനം വേണമെന്ന ആവശ്യത്തെ പിന്തുണച്ചു. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ ലോർഡ് നാഷിൻ്റെ ഭേദഗതിക്ക് പിന്തുണ നൽകാൻ ക്യാമ്പയിൻ ഗ്രൂപ്പുകൾ ഹൗസ് ഓഫ് ലോർഡ്സിനോട് അഭ്യർത്ഥിച്ചു. ബെൽഫാസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാർ ബോംബ് സ്ഫോടനം. പിന്നിൽ ന്യൂ IRA എന്ന സംശയം. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റ് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ ഡൺമറിയിലെ പോലീസ് സ്റ്റേഷന് മുൻപിൽ കാർ ബോംബ് സ്ഫോടനം നടന്നു. ശനിയാഴ്ച രാത്രി 10:50ഓടെയാണ് സംഭവം. ഒരു ഡെലിവറി ഡ്രൈവറെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്ത് തീവ്രവാദികൾ വാഹനത്തിൻ്റെ ഡിക്കിയിൽ ഗ്യാസ് സിലിണ്ടർ ബോംബ് വെച്ച ശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും പ്രദേശത്തെ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള താമസക്കാരെ പോലീസ് അതിസാഹസികമായാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഈ ആക്രമണത്തിനു പിന്നിൽ ന്യൂ IRA ആണെന്ന് പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ മാസം ലർഗാൻ പോലീസ് സ്റ്റേഷന് നേരെ നടന്ന സമാനമായ ആക്രമണവുമായി ഇതിന് വലിയ സാമ്യമുണ്ട്. ആക്രമണത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും വടക്കൻ അയർലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഒനീലും ശക്തമായി അപലപിച്ചു. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഭീരുക്കൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് പോലീസ് ഫെഡറേഷൻ വ്യക്തമാക്കി. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ആഗോള ഭീഷണികളെ നേരിടാൻ UKയ്ക്ക് ട്രേഡ് ബസൂക്ക വേണമെന്ന് റിപ്പോർട്ട്. യുദ്ധങ്ങളും വ്യാപാര നികുതികളും UKയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന്
ബ്രിട്ടീഷ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിനെ ട്രേഡ് ബസൂക്ക എന്നാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നികുതി പിൻവലിച്ചില്ലെങ്കിൽ കനത്ത താരിഫ് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ശക്തമായത്. യൂറോപ്യൻ യൂണിയന് ഉള്ളതുപോലെ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക ഭീഷണികളെ നേരിടാനുള്ള നിയമപരമായ അധികാരം ബ്രിട്ടീഷ് മന്ത്രിമാർക്കില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിദേശ രാജ്യങ്ങൾ നടത്തുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും സബ്സിഡി നൽകി ഉൽപ്പന്നങ്ങൾ UK വിപണിയിൽ തള്ളുന്നതിനെയും പ്രതിരോധിക്കാൻ ഒരു ആയുധപ്പുര തന്നെ സർക്കാരിന് ആവശ്യമാണ്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും ആഭ്യന്തര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇത്തരം കർശനമായ വ്യാപാര നയങ്ങൾ അനിവാര്യമാണെന്ന് BCC ലേബർ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. അയർലൻഡിൽ നിന്നുള്ള യാത്രക്കിടെ മലയാളി മുംബൈയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അയർലൻഡിലെ ഡബ്ലിനിൽ താമസക്കാരനും ഇടുക്കി കട്ടപ്പന സ്വദേശിയുമായ ജയകുമാർ അനിവേലിൽ നാട്ടിലേക്കുള്ള യാത്രക്കിടെ അന്തരിച്ചു. ഡബ്ലിനിൽ നിന്നും വിമാനത്തിൽ പുറപ്പെട്ട അദ്ദേഹം വെള്ളിയാഴ്ച പുലർച്ചെ മുംബൈയിൽ എത്തിയതായിരുന്നു. അവിടെ നിന്നും ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് യാത്ര തിരികെയും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങവേ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. റെയിൽവേ പോലീസും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ഇന്ന്. ഷാഡോ തൊഴിലാളികളായി ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് കെയറർമാർ. മണിക്കൂറിന് ലഭിക്കുന്നത് വെറും 65 പെൻസ്. ബ്രിട്ടനിൽ രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കുമായി വീടുകളിൽ പരിചരണം നൽകുന്ന ദശലക്ഷക്കണക്കിന് അൺപെയ്ഡ് കെയറർമാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം UKയിൽ ഏകദേശം 60 ലക്ഷത്തോളം പേർ ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെ പരിചരിക്കുന്നുണ്ട്. ഇതിൽ 19 ലക്ഷത്തോളം പേർ ആഴ്ചയിൽ 35 മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ഫുൾ ടൈം കെയറർമാരാണ്. എന്നാൽ ഇവർക്ക് സർക്കാർ നൽകുന്ന കെയറർ അലവൻസ് ആഴ്ചയിൽ വെറും 86.45 പൗണ്ട് മാത്രമാണ്. ഇത് കണക്കാക്കിയാൽ ഒരു മണിക്കൂർ ജോലിക്ക് ലഭിക്കുന്നത് വെറും 65 പെൻസ് മാത്രമാണെന്ന് ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കെയറർ അലവൻസ് ഏർപ്പെടുത്തിയിട്ട് 50 വർഷം തികയുമ്പോഴും ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ തുക പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ 62% കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. സ്വന്തം ആരോഗ്യം പോലും അവഗണിച്ച് പ്രിയപ്പെട്ടവർക്കായി ജീവിതം മാറ്റിവെക്കുന്ന ഇവരെ രാജ്യം അവഗണിക്കുകയാണെന്ന് വിമർശനവുമുണ്ട്. പ്രതിവർഷം 184 ബില്യൺ പൗണ്ടിൻ്റെ സൗജന്യ സേവനമാണ് ഇവർ വഴി UKയിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് ലഭിക്കുന്നത്. കെയറർമാരെ സഹായിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അലവൻസ് തുക വർദ്ധിപ്പിക്കണമെന്നും ക്യാമ്പയിൻ ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നു. ലണ്ടൻ തെരുവുകളിൽ ഷോപ്പിംഗ് തിരക്ക് തിരികെ എത്തുന്നു. ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾക്ക് വൻ പ്രിയം. കോവിഡ് മഹാമാരിക്ക് ശേഷം ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറിയ ഉപഭോക്താക്കൾ വീണ്ടും ലണ്ടനിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് സജീവമായി മടങ്ങിയെത്തുന്നു. ലണ്ടനിലെ കാർണബി സ്ട്രീറ്റിലും ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലും പുതിയതായി തുറന്ന ഫാഷൻ സ്റ്റോറുകൾക്ക് മുന്നിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ജെൻസി, മില്ലേനിയൻ തലമുറയെ ലക്ഷ്യം വെച്ചെത്തിയ എഡിക്റ്റ് പോലുള്ള ബ്രാൻഡുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വഴി പ്രചാരം നേടിയ ഈ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കണ്ട് വാങ്ങാനാണ് യുവാക്കൾ താൽപ്പര്യപ്പെടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് സൗകര്യപ്രദമാണെങ്കിലും വസ്ത്രങ്ങൾ നേരിട്ട് തൊട്ടുനോക്കാനും ട്രയൽ നോക്കാനുമുള്ള അവസരമാണ് തങ്ങളെ കടകളിലേക്ക് ആകർഷിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. UKയിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളിലെ ജനത്തിരക്ക് 2021 അപേക്ഷിച്ച് 55% വർദ്ധിച്ചതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. റീറ്റെയിൽ രംഗത്തെ ഈ ഉണർവ് ലണ്ടനിലെ പ്രധാന തെരുവുകളിൽ വാടക വർദ്ധിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. ഷോപ്പിങ്ങിനൊപ്പം സ്പാ, പേഴ്സണലൈസ്ഡ് ക്ലോത്തിംഗ് തുടങ്ങിയ പുതിയ അനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് പ്രമുഖ ബ്രാൻഡുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.